പി. വത്സലയുടെ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ എന്ന കഥാസമാഹാരത്തിലെ സൂര്യനൊപ്പം നടന്ന ഒരു പെൺകുട്ടി എന്ന കഥയാണ് ഇവിടെ പറയുന്നത്. അനേകം വർഷങ്ങൾക്ക് മുമ്പ് പട്ടണം എൻ്റെ ഗ്രാമത്തെ വിഴുങ്ങാൻ എത്തിയിട്ടില്ലാത്ത കാലത്ത് ഒരു വലിയ കുന്നിൻ്റെ നെഞ്ചത്ത് ഓടിട്ട ഒരു വലിയ മാളിക വീടുണ്ടായിരുന്നു. നിറയെ മുറികൾ. അതിലെല്ലാം മനുഷ്യർ, ആണും പെണ്ണും പ്രായമായവരും കുട്ടികളും ഒരു മുത്തശ്ശിയും അപ്പുറത്തെ മലമുടി കയറി വരുന്ന സൂര്യനും കൂടി അവിടം ഭരിച്ചു. മുത്തശ്ശിയുടെ കൈപിടിച്ച് 8 വയസ്സുകാരെ പറഞ്ഞു, പോവാ അമ്മള് പുഴയിൽ കുളിക്കാൻ പോവാ. വിട പറഞ്ഞു പോയ ഒരു മുത്തച്ഛൻ്റെ ഷഷ്ഠബ്ദി സ്മാരകക്കുളം കുന്നിൻ്റെ തെക്കേ ചെരുവിൽ പുഞ്ചപ്പാടത്തിൻ്റെ കരയിലുണ്ടായിരുന്നു. ചെങ്കല്ല് കെട്ടിപ്പടുത്ത കുളപ്പടവുകളുടെ വക്കത്ത് 2 മുറികളുള്ള കുളപ്പുര. ചുമരിൽ കണ്ണാടി. കണ്ണാടിയുടെ കാഴ്ച എന്നോ നഷ്ടമായിരുന്നു. കുളത്തിലെ നീലിച്ച കയത്തിൽ മുതലയും ആമയും ഉണ്ടായിരുന്നു. പച്ചപിടിച്ച കുളപ്പടവുകളെ കുട്ടി ഭയപ്പെട്ടു. വേനലിൽ പുഞ്ചവയലിലേക്കുള്ള ഒഴുക്കു നിലയ്ക്കുന്ന നീലജലത്തിന്റെ നിശ്ചലാവസ്ഥ കുട്ടിയെ ഭയപ്പെടുത്തി. അവൾ പുലർക്കാലത്ത് മുത്തശ്ശിയുടെ മുണ്ടിന്റെ തുമ്പ് പിടിച്ചു വലിച്ചു. നമുക്ക് കുളം വേണ്ട, പുഴ മതി. അടിത്തട്ടിലെ മുത്തുമണികൾ വെളിപ്പെടുത്തുന്ന മന്ദഗമനമുള്ള പുഴ, അത് തൻ്റെ സ്വന്തമെന്ന് പെൺകുട്ടി വിചാരിച്ചു. തെളിനീരൊഴുകുന്ന നദി മാത്രമല്ല, കിഴക്കൻ മലയിൽ പള്ളിക്കുരിശിനപ്പുറം ഏന്തി നോക്കുന്ന സൂര്യനും അവളുടെ സ്വന്തമായിരുന്നു. സ്വന്തമായി തനിക്കുള്ളത് ഈ മുത്തശ്ശിയും സ്നേഹം പറ്റാത്ത ഈ പുഴയും രാവിലെ കൂടെ കുളക്കിടവിലേക്ക് നടക്കുന്ന സൂര്യനുമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അസ്ത്രപ്പില്ലുകളുടെ തുടുത്ത മുനകളിൽ മഞ്ഞുതുള്ളികൾ കോർത്തു നിന്നു. വെയിലേറ്റു പിടഞ്ഞു. മുത്തശ്ശിയുടെ പുടവത്തുമ്പിൽ പിടിച്ച് കുട്ടി മലവാരത്തിലൂടെ നടന്നു. സോപ്പ് പെട്ടിയും തോർത്തുമായി മുതിർന്ന കുട്ടികൾ അത്ര സുഖമില്ലാത്ത മനസ്സോടെ മെല്ലെ അനുഗമിച്ചു. എന്തിനാ ഇത്ര നേരത്തെ കുളിക്കുന്നത്? തണുത്തിട്ട് വയ്യ. പെൺകുട്ടിക്ക് തണുത്ത പ്രഭാതവും മുഖം തുടുത്ത സൂര്യനും പ്രിയപ്പെട്ടതായിരുന്നു. ഭൂമിയുടെ ഹൃദയത്തിൻ്റെ ചൂടുള്ള ഒഴുകുന്ന ജലം അതിനേക്കാൾ ഇഷ്ടമായിരുന്നു. നദിക്കൊപ്പം അവളുടെ മനസ്സും ഒഴുകി. സമാന്തരമായ മലമുടിയിലൂടെ സൂര്യൻ അവരെ അനുയാത്ര ചെയ്തു. ഇടയ്ക്ക് ആഴത്തുള്ള മലഞ്ചെരുവിൽ കുറുക്കന്മാർ മാളത്തിൽ ഉറങ്ങിക്കിടന്നു. പുല്ലാഞ്ഞിപ്പൊന്തകളിൽ കോഴിച്ചോരയുടെ തെച്ചിപ്പൂവുകൾ വിടർന്നു. കോഴിയെ നഷ്ടമായ വീട്ടമ്മമാർ ഗ്രാമത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. പടിഞ്ഞാറ്റയുടെ അറയ്ക്ക് പുറത്ത് കിടക്കുമ്പോഴാണ് താൻ ലോകം കാണുന്നതെന്ന് കുട്ടി അറിഞ്ഞു. വഴിവക്കിലെ പാറക്കൂട്ടങ്ങളിൽ ശ്രീരാമന്റെ കാൽപ്പാടും സീതയുടെ തലമുടിയും വീണ് കിടക്കുന്നത് മുത്തശ്ശി അവൾക്ക് കാണിച്ചു കൊടുത്തു. സീതാദേവിക്ക് തൻ്റെ മാനം രക്ഷിക്കാൻ ഭൂമിയുടെ നെഞ്ചുപുലർന്ന പാറയിടുക്കിൽ മുടി മാത്രമല്ല, സീതാദേവി ചൂടിയ അതിരാണിപ്പൂവുകളും അവശേഷിച്ചിരുന്നു. ഇവിടെ എത്തുമ്പോൾ ലജ്ജാഭാരത്താൽ സൂര്യൻ അടിവാരത്തിൽ എഴുന്നു നിൽക്കുന്ന കുടപ്പനയുടെ നിഴലിൽ മുഖം പൊഴ്ത്തി അവൾ വിചാരിച്ചു, സൂര്യൻ ശ്രീരാമനെ പോലെ ഒരു പുരുഷനായിരിക്കുമോ? ആരാണ് സൂര്യൻ്റെ ഭാര്യ? ഭൂമി, മുത്തശ്ശി പറഞ്ഞു. ഭൂമിയിൽ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ചെടികളും ജനിക്കുന്നു. ഭൂമി മക്കൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെക്കുന്നു. നെല്ല്, പയർ, കിഴങ്ങ്, പഴം. പുഴക്കടവ് വിജനം. രാമനും അവൻ്റെ ഭാര്യയും കഴുതയും വിഴുപ്പുഭാണ്ഡവും എത്താറായിട്ടില്ല. പുഴവെള്ളം ഞങ്ങളെ കാത്തു നിൽക്കുന്നു, പെൺകുട്ടി വിചാരിച്ചു. അവൾ വലത്തെ മലമുടിയിലേക്ക് നോക്കി. ഇതുവരെ കൂടെ നടന്നിരുന്ന സൂര്യൻ എവിടെ? സൂര്യൻ മുളങ്കാട്ടിൽ മുഖം മറച്ചു നിൽക്കുന്നു. കാണേണ്ട, നോക്കേണ്ട. ഈ പെൺകുട്ടികൾ കുളിക്കുന്നത് നോക്കി നിൽക്കരുത്. അവൾക്ക് സൂര്യനോട് കലശലായ ബഹുമാനം തോന്നി. സൂര്യൻ്റെ അന്തസ്സ് തൊട്ടു തെറിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, ആണൊരുത്തൻ അക്കരക്കാട്ടിൽ ഒളിച്ചു നിൽക്കുന്നതും പെണ്ണുങ്ങളുടെ കുളക്കടവിലേക്ക് എത്തി നോക്കുന്നതും പിന്നീട് ഒരു നാൾ അവൾ കണ്ടു. മനുഷ്യനെ കണ്ട് അവൾ ഭയന്നുപോയി. കുപ്പായം മുരുകയോ വെള്ളത്തിലിറങ്ങുകയോ ചെയ്യാതെ അവൾ കരപ്പുറത്തെ പാറയിൽ പടിഞ്ഞാറോട്ട് നോക്കിയിരുന്നു. കുളി കഴിഞ്ഞ് സൂര്യഭഗവാന് നേരെ ഒരു കുടന്ന വെള്ളം അർപ്പിച്ച് മുത്തശ്ശി തിരിഞ്ഞു നോക്കി. മോളെന്താ കുളിക്കാനിറങ്ങാത്തത്? തലവേദന. മുത്തശ്ശി നനഞ്ഞ കൈ തുടച്ചു അവളുടെ കഴുത്തിലും നെറ്റിയിലും സ്പർശിച്ചു. പനിക്കണമെന്നൊന്നും ഇല്ലല്ലോ? ഉണ്ട് മുത്തശ്ശി, എനിക്ക് കുളിക്കാൻ തോന്നണില്ല. എന്നാ വേണ്ട. മുത്തശ്ശി നനഞ്ഞ തോർത്തുകൊണ്ട് അവളുടെ മുഖവും കഴുത്തും തുടച്ചു മിനുക്കി. സാരമില്ല, നാളത്തേക്ക് മാറും, അപ്പോൾ വന്ന് കുളിക്കാമല്ലോ. പാതി മല കയറിയപ്പോൾ അവൾ അക്കരയ്ക്ക് തിരിഞ്ഞു നോക്കി. രാക്ഷസൻ അപ്പോഴും പൊന്തയിൽ മറിഞ്ഞു നിൽപ്പുണ്ട്. അവൻ്റെ ഉരുണ്ട വട്ടക്കണ്ണുകൾ പ്രാപ്പിടിയന്മാരെ പോലെ പുഴക്കടവിൽ പറന്നിറങ്ങുന്നത് അവൾ കാണുന്നു. അർദ്ധനഗ്നകളായി കുളിക്കുന്ന ഗ്രാമീണ സ്ത്രീകൾ കയത്തിനുമേൽ നീന്തി തുടിക്കുന്നത് അവൾ ഭയത്തോടെ നോക്കി. കണ്ണുകൾ പിൻവലിച്ച് അതിവേഗം പാറപ്പടവുകൾ കയറി കുന്നിൻ്റെ ഉച്ചിയിലെത്തി. മുത്തശ്ശിക്ക് വേണ്ടി കാത്തുനിന്നു. അപ്പോൾ മുളങ്കാട്ടിൽ നിന്ന് അവളുടെ സൂര്യൻ പുറത്തു വരികയും വിടർന്ന് ചിരിക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അവൾ പുഴയിൽ കുളിക്കാൻ പോയില്ല. മുത്തശ്ശി വിസ്മയിച്ചു. അവൾക്ക് അവളുടെ ബാല്യകാല സൂര്യൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു.
കുളിമുറിയുടെ 4 ചുമരുകളിൽ തടങ്കലിലായി.